ജോൺ ടേണേഴ്സ് ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വലിയ കപ്പലിൻ്റെ കപ്പിത്താനാവാൻ പോകുന്ന ഒരു വ്യക്തി CEO പോസ്റ്റിലേക്ക് സെപ്റ്റംബർ 1 2026 കയറാൻ പോകുന്ന ആ ഒരു വ്യക്തി ആരാണിത്? ഈ ഒരു വ്യക്തിനെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന വലിയൊരു കപ്പലിൽ ആപ്പിളിൻ്റെ കപ്പിത്താനായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അത് നമുക്ക് ശരിക്കും അറിയാം. ജോൺ ടേണേഴ്സ് ഈ ഒരു വ്യക്തി ആപ്പിളിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത് കുറേയധികം കാര്യങ്ങളാണ്. സ്റ്റീവ് ജോബ്സിന് ജോണി ഐവ് എങ്ങനെയായിരുന്നു, അതേപോലെയാണ് ടിമ്മിന് ജോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന മാക്ബുക്ക് പ്രോയിലെ പോർട്ടുകൾ വരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണക്കാരൻ ജോൺ ടേണേഴ്സ് ആണ്. ഈ പറയുന്ന M1 എന്ന് പറയുന്ന റെവല്യൂഷണറി പ്രൊഡക്റ്റിൻ്റെ എൻജിനീയറിംഗ് ടീമിലുണ്ടായതും ജോൺ ടേണേഴ്സ് ആണ്. ആപ്പിളിനെ ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു കമ്പനി ആക്കാൻ വേണ്ടി ജോൺ ടേണേഴ്സും നല്ല രീതിക്കുള്ള പങ്കാണ് വഹിച്ചിരിക്കുന്നത്. സ്റ്റീവ് ജോബ്സിന് ഏറ്റവും നല്ലൊരു കോർ ടീം ഉണ്ടായതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ ടിം കുക്കിനും ആ ഒരു കോർ ടീം ഉണ്ടായത്. കോർ ടീമിലെ ഏറ്റവും വലിയ പവർഫുൾ മെമ്പറുമായിട്ടും മാറിയത് ജോൺ ടേണേഴ്സ് ആണ്. നമുക്കറിയാവുന്ന പോലെ സ്വന്തമായിട്ട് പല കീനോട്ടുകളും പ്രസൻറ്റേഷൻസും കൊണ്ടുവരാൻ തുടങ്ങി. ആപ്പിളിൻ്റെ ഐക്കോണിക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐഫോൺ എയറും നമ്മുടെ ജോൺ ടേണേഴ്സ് ആയിരുന്നു കീനോട്ട് പ്രസൻറ്റ് ചെയ്തത്. ഈ ഒരു കീനോട്ട് മാത്രമല്ല, 3 ദിവസം വരെ എക്സ്റ്റൻഡ് ആയിട്ട് നിന്നിരുന്ന മാക് മിനി M4 പ്രസൻറ്റേഷനും ജോൺ ടേണേഴ്സ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ ഒരു ഇൻ്റൽ മാക്ബുക്ക് ട്രാൻസിഷനിൽ നിന്ന് ആപ്പിളിൻ്റെ ഏറ്റവും എഫിഷ്യൻറ്റും പവർഫുള്ളുമായിട്ടുള്ള M സീരീസ് ചിപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ആപ്പിളിനുണ്ടായ മാറ്റത്തിൻ്റെ ഒരു കാരണക്കാരൻ, മൂല കാരണക്കാരനും ഈ പറയുന്ന ജോൺ ടേണേഴ്സ് തന്നെയാണ്.